റിപ്പോർട്ട് നിങ്ങൾ എല്ലാ റിപ്പോർട്ടും നിങ്ങൾ കണ്ടു. ഈ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ഏതാ ഭാഗം നിങ്ങൾ പറഞ്ഞാൽ മതി. ഇപ്പൊ ഈ പ്രസിദ്ധീകരിച്ച ഇന്ന പ്രോക്സോ കേസ് ഇന്ന ആൾ ഇൻവോൾവ് ആണ്, അല്ലെ ഇന്ന രൂപത്തിലാണ് സംഭവിച്ചത്, പറയൂ. നടപടി എടുത്തിരിക്കും. അല്ല, നടപടി എടുത്തിരിക്കുമെന്ന് പറയട്ടെ. അത് നിങ്ങളെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം മനസ്സിലായി. നിങ്ങൾ വളരെ ക്ലിയർ കട്ടായി അതിന്റെ വഴികൾ ഞങ്ങളുടെ റിപ്പോർട്ട് കിട്ടുന്നു. ഞങ്ങളാ ഗവൺമെന്റ്, അന്നത്തെ ഗവൺമെന്റ് ബന്ധപ്പെട്ട സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, ആ ഓഫീസർക്ക് കൊടുക്കുമ്പോൾ തന്നെ അത് കഴിഞ്ഞ് വിവരാശ കമ്മീഷന് മുമ്പാകെ കമ്മീഷൻ ഇത് സ്റ്റേ ചെയ്തു. പുതിയ കമ്മീഷൻ പറഞ്ഞ് കൊടുക്കാൻ പറഞ്ഞു. ഇത്ര പേജ് കൊടുക്കും. മാഡം ഇതിനകത്ത് മാഡം മനസ്സിലാക്കേണ്ട ഒറ്റ പ്രശ്നം, ഇത് പ്രസിദ്ധീകരിക്കരുതെന്ന് രഹസ്യ സ്വഭാവം ഉണ്ടെന്ന് ആദ്യം കത്തെഴുതി കൊടുക്കുന്ന ജസ്റ്റിസ് നിയമം തന്നെയാണ്. ഫസ്റ്റ് അല്ല പറയട്ടെ. ഒന്ന് രണ്ടാമത്തെ കാര്യം അങ്ങ് ചോദിച്ചതുപോലെ അന്നത്തെ വിവരാശ കമ്മീഷൻ ഇത് പറയുന്നു. പറഞ്ഞതിന് ശേഷം ഒരു ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത്? പ്രസിദ്ധീകരിക്കണം. ഗവൺമെന്റ് പറയട്ടെ. അപ്പൊ പറയട്ടെ, അങ്ങനെ അപ്പീൽ പറ്റത്തില്ല. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ മുമ്പിലേക്ക് ഈ പേപ്പർ വരുന്നില്ല, ഈ ഞങ്ങളാരും വായിക്കുന്നില്ല. കാരണം ഈ കമ്മീഷൻ റിപ്പോർട്ട് അപ്പം തന്നെ രഹസ്യ സ്വഭാവം ഉള്ളതാക്കി മാറ്റുന്നത് ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥലങ്ങളിൽ പോയി അതൊരു കസ്റ്റോഡിയനായി, ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ കസ്റ്റഡിയിലേക്ക് പോകുന്നു. ഇത് ഏതെങ്കിലും കാരണവശാൽ പുറത്തു വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിനെയും അല്ലെങ്കിൽ മറ്റു രൂപത്തിലെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ പല ആളുകളും അതിനകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കി നടക്കുന്ന ആളുകൾ പലപ്പോഴും ഇത് ഉത്തരവ് ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗം ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതിനകത്ത് നിഗമനവും നിർദ്ദേശവും നമ്മൾ നോക്കിയാൽ മതി. ആ നിഗമനവും നിർദ്ദേശവും നോക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതിനകത്ത് എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോടതി പറയട്ടെ. കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രശ്നത്തിൽ എനിക്ക് പറയാൻ പറ്റും, കോടതി പറയണം ബാക്കിയുള്ള പേജ് ഇത്രയുണ്ട്, അതുകൂടെ പബ്ലിഷ് ചെയ്യും. ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ലെങ്കിൽ കോടതി പറയുന്നു ഈ പ്രസിദ്ധീകരിച്ച പേപ്പറിനകത്ത് ഇന്ന കുറ്റങ്ങളുണ്ട്, പറയട്ടെ. ഇനിയും ഈ 3 വർഷം ഞാൻ മന്ത്രിയായതിനു ശേഷം, അതിന് മുമ്പ് ബഹുമാനപ്പെട്ട AK ബാലൻ ആയിരുന്നു മന്ത്രി, അദ്ദേഹത്തിന്റെ കാലത്തോ എൻ്റെ കാലത്തോ ഞാൻ വന്നതിന് ശേഷം ഒരു പരാതി കേരളത്തിലെ ഒരു വനിതാ സിനിമാ രംഗത്തെ ആളുകൾ നമ്മുടെ മുമ്പ് വന്നിട്ടില്ല. പറഞ്ഞു WCC ഉൾപ്പെടെയുള്ള ഒരു മെമ്മോറാണ്ടം തന്നിട്ടുണ്ട്. ആ മെമ്മോറിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ ജസ്റ്റിസ് ഹേമയുടെ പിന്നെ റിപ്പോർട്ട്. ഇതിൽ സ്ത്രീകൾക്ക് ദോഷകരമായ ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പരാതി തരാം, കോടതിയെ സമീപിക്കാം. നിലവിലുള്ള നിയമസംഹിതയ്ക്ക് അടിസ്ഥാനത്തിൽ മാത്രം അതനുസരിച്ച് മുന്നോട്ട് പോവാം. ഗവൺമെന്റിന്റെ മുമ്പിലേക്ക് ഏതെങ്കിലും കാര്യം വന്നാൽ ഒരു വിട്ടുവീഴ്ചയും ഗവൺമെന്റ് ചെയ്യില്ല. ഞാൻ കൃത്യമായി പറഞ്ഞു. ആ കാര്യത്തിൽ നിലപാട് ക്ലിയറാണ്. ഞങ്ങൾ ഇതിക്കൊപ്പമാണ്, സ്ത്രീ സമൂഹത്തിനോടൊപ്പമാണ്. എന്തെങ്കിലും തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ ഈ രംഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാൻ നിലപാട് എടുക്കുന്നത്. പിന്നെ സിനിമ ഇൻഡസ്ട്രിയെ പറ്റി ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിൽ 10,000-കണക്കിന് ആൾ ജീവിക്കുന്നത് ആ ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഇങ്ങനത്താണോ? നമുക്ക് അഭിപ്രായമില്ല. കാരണം എല്ലാവരും എത്രയോ നല്ല നില പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ്. അവിടെ പിന്നെ ഈ പറയുന്ന അമ്മയിൽ തന്നെ 10-300 ആർട്ടിസ്റ്റുകൾ പ്രവർത്തിക്കുന്നു. നമ്മുടെ കേരളത്തിൽ 1000-കണക്കിന് സ്ത്രീകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. ആ രംഗം വലിയ ഗംഭീരമായി ഇന്ന് കയറുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം ഏറ്റവും കൂടുതൽ സിനിമ നിർമ്മിച്ച ഒരു സ്റ്റേറ്റാണ്. മിക്കവാറും സിനിമ ലാഭകരമായി പോയ ഒരു സ്റ്റേറ്റാണ്. നല്ല വരുമാനം കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു മേഖലയായി മാറി. ഞങ്ങൾ നിരന്തരമായി ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ്. ചുമ്മാ കയറുമോ? നിങ്ങൾ ആ രംഗത്തുള്ളവരോട് ചോദിച്ചു നോക്കൂ, ഗവൺമെന്റിന്റെ സമീപനം എന്താണ്? ആ രംഗത്തുള്ളവർ ചോദിച്ചു, വളരെ ക്ലിയർ കട്ടായിട്ട് ഇത് നന്നാക്കി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു.